സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാഞ്ചീപുരം ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1 കപ്പ് ഉഴുന്ന പരിപ്പ്, 1 കപ്പ് പുഴുങ്ങലരി, 1 കപ്പ് പച്ചരി. ഇത് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തണം. അതിനുശേഷം അരച്ച് ഒരു 8 മണിക്കൂർ വയ്ക്കണം. തരിതരിയായി വേണം അരയ്ക്കാൻ, നൈസായി അരയ്ക്കരുത്. ഇതാണ് അരച്ചെടുത്ത മാവ്. ചെറിയ തരികളായി അരച്ചെടുക്കണം. ഇനി നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കാം. ഇന്നലെ അരച്ചു വെച്ച മാവ് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നന്നായി പൊന്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുക്കുപൊടി ഇടാം. 1 നുള്ളി ചുക്കുപൊടിയാണ് ഞാൻ എടുത്തത്. ഇത് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ളി ഉലുവപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കറിവേപ്പില, അല്പം കടുക്. ഇത് താളിക്കാൻ വേണ്ടിയാണ്. കുറച്ച് എണ്ണയും വേണം. ഇനി പശു നെയ്യിലാണ് നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് മാവിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കി ഈ പാത്രത്തിലൊഴിച്ച് ആവിയിൽ വേവിക്കാവുന്നതാണ്. ഏത് പാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ ആ പാത്രത്തിൽ ഒഴിക്കാം. ആദ്യം ആ പാത്രത്തിൽ നെയ്യ് തടവി വെക്കണം. ഇനി നമുക്ക് ഇത് വറുത്തിടാം. അതിനു വേണ്ടി അല്പം ഗീ ഒഴിക്കാം. കടുകിടാം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇടാം. കുരുമുളക് പൊടി ഇടാം. ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും ഇടാം. ഇളക്കി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയെടുക്കാം. ഇതിനുശേഷം നെയ്യ് തേച്ച പാത്രത്തിൽ ഒഴിച്ച ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് കുക്കറിലേക്ക് വെക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വെച്ച് മാവ് ഇതിൽ വെക്കാം. ഇഡ്ഡലിത്തട്ടിലോ കുക്കറിലോ എന്തിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഇനി കുക്കർ അടച്ച് സ്റ്റൗവിൽ വെക്കാം. ഇതിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. കുക്കറിൽ വെച്ച ഇഡ്ഡലി നമുക്ക് പുറത്തെടുക്കാം. ഇതിൻ്റെ അരികെ ഇങ്ങനെ റൗണ്ടായി ഇളക്കിയ ശേഷം ഇളക്കിയെടുക്കാം. തണുത്ത ശേഷമാണ് വേഗം കിട്ടുക. ഇതിലേക്ക് വെക്കാം. ഇനി ഒന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിച്ചിട്ടാണ് ഉപയോഗിക്കുക. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ ചമ്മന്തിപ്പൊടിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.